ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഒരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി നോക്കാം. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സാൻഡ്വിച്ചാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാനോ ഒക്കെ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സാൻഡ്വിച്ചാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് ചെറുതാക്കി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ക്യാരറ്റ്, ക്യാബേജ്, തക്കാളി, സവാള എന്നിവയാണ് എടുത്തിട്ടുള്ളത്. ഒരു ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്, കുറച്ച് ക്യാബേജ്, പിന്നെ ഒരു ചെറിയ സവാള, ഒരു ചെറിയ തക്കാളി, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വെജിറ്റബിൾസ് വേറെ വേണമെങ്കിലും യൂസ് ചെയ്യാം. വേണമെങ്കിൽ ക്യാപ്സിക്കം യൂസ് ചെയ്യാം. അപ്പോൾ അത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ചെയ്യാം. ഇതെല്ലാം കൂടെ ചെറുതാക്കി ചോപ്പ് ചെയ്യണം. എല്ലാം കൂടെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 100 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ സോൾട്ടഡ് ബട്ടറാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് വേറെ സോൾട്ട് ആഡ് ചെയ്യുന്നില്ല. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി നമ്മളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ പച്ചമുളകും ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങളിപ്പോൾ അൺസോൾട്ടഡ് ബട്ടറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി ഇതുപോലെ സാൻഡ്വിച്ച് ബ്രെഡ് വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിച്ച് 2 സ്ലൈസ് എടുക്കുക. അതിലൊരു സ്ലൈസിൽ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച വെജിറ്റബിൾസിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതെല്ലാം നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ചീസ് സ്ലൈസ് വെച്ച് കൊടുക്കാം. എന്നിട്ട് അടുത്ത ബ്രെഡ് വെച്ച് അതൊന്ന് ക്ലോസ് ചെയ്യുക. ഇനി ഒരു തവ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് ബട്ടർ തടവി കൊടുക്കാം. ഇനി ഈ ബ്രെഡ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇത് ക്ലോസ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 2 സൈഡും ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ സാൻഡ്വിച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം ഇത് സെർവ് ചെയ്യാം. ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.